കൗമാരക്കാരായ പെൺകുട്ടികളുടെ മാതാപിതാക്കളെ സംബന്ധിച്ച് ആശങ്കപ്പെടുത്തിയതായിരുന്നു 2002 തിരുവനന്തപുരം ചാലയിൽ 8ാം ക്ലാസ്സുകാരിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ സംഭവം. ആ കേസിൽ പ്രതി ജാമ്യത്തിൽ പുറത്തിറങ്ങിയ ശേഷവും പെൺകുട്ടിയെ വേട്ടയാടി. കേരളമേറെ ചർച്ച ചെയ്ത ചാല പീഡന കേസിൽ മാതൃകാപരമാണ് പ്രതിക്ക് കോടതി വിധിച്ച ശിക്ഷ. ചാല സ്വദേശിയായ 20കാരന് 63 വർഷം കഠിന തടവാണ് തിരുവനന്തപുരം അതിവേഗ കോടതി വിധിച്ചത്. അതായത് പ്രതി ഇനി വെളിച്ചം കാണുക 83ാമത്തെ വയസ്സിൽ. ഇതുപോലെ കുട്ടികളെ ലൈംഗികമായി ചൂഷണം ചെയ്യുന്നവർക്ക് ഈ ശിക്ഷാവിധി ഒരു താക്കീതാകണം. പതിനാലുകാരിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ കേസിലാണ് തിരുവനന്തപുരം ചാല സ്വദേശിയായ പ്രതിക്ക് 63 വർഷം കഠിന തടവും 50,000 രൂപ പിഴയും വിധിച്ചത്. പിഴ അടച്ചില്ലെങ്കിൽ 3 വർഷവും 6 മാസവും കൂടുതൽ തടവ് അനുഭവിക്കേണ്ടി വരും. പിഴത്തുക കുട്ടിക്ക് നൽകണം. 2022 നവംബർ 9 വൈകിട്ട് 7ഓടെ ചാലയിൽ വെച്ചാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. 8ാം ക്ലാസ്സിൽ പഠിക്കുകയായിരുന്ന കുട്ടിയുമായി പ്രതി അടുപ്പത്തിലായിരുന്നു. സംഭവ ദിവസം പ്രതി കുട്ടിയെ വീടിനടുത്തുള്ള പൊളിഞ്ഞ മുറിയിൽ ബലം പ്രയോഗിച്ചു കൊണ്ടുപോയി പീഡിപ്പിക്കുകയായിരുന്നു. പീഡനത്തെ തുടർന്ന് കുട്ടി ഗർഭിണിയായി. ആശുപത്രിയിൽ ചികിത്സയ്ക്ക് പോയപ്പോഴാണ് ഡോക്ടർ പോലീസിനെ വിവരമറിയിച്ചത്. തുടർന്ന് കുട്ടിയെ SIT ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് ഗർഭഛിദ്രം നടത്തി. കുട്ടിക്ക് 14 വയസ്സായതിനാൽ സുരക്ഷ പരിഗണിച്ച് ഡോക്ടർമാർ കൂടിയാലോചിച്ചാണ് ഗർഭഛിദ്രം നടത്തിയത്. ഗർഭഛിദ്രം നടത്തിയപ്പോൾ കിട്ടിയ ഭ്രൂണവും പ്രതിയുടെയും കുട്ടിയുടെയും രക്തസാമ്പിളുകളും DNA പരിശോധനയ്ക്ക് അയച്ചു. പരിശോധനയിൽ ഭ്രൂണം പ്രതിയുടെ കുട്ടിയുടേതാണെന്ന് ശാസ്ത്രീയമായി തെളിഞ്ഞിരുന്നു. ഈ സംഭവത്തിന് പുറമെ പ്രതിക്ക് പ്രായപൂർത്തിയാകും മുൻപും കുട്ടിയെ പീഡിപ്പിച്ചതിന് ജുവനൈൽ കോടതിയിലും ഒരു കേസുണ്ട്. കേസിൽ ജാമ്യത്തിലിറങ്ങിയതിനു ശേഷം പ്രതി വീണ്ടും കുട്ടിയെ ബലം പ്രയോഗിച്ച് മണക്കാടുള്ള ഒരൊഴിഞ്ഞ വീട്ടിലേക്ക് തട്ടിക്കൊണ്ടുപോയി കേസ് കൊടുത്തതിന് മർദ്ദിക്കുകയും തുടർന്ന് പീഡിപ്പിക്കുകയും ചെയ്തിരുന്നു. ഈ കേസിന്റെ വിചാരണ ഇതേ കോടതിയിൽ പുരോഗമിക്കുകയാണ്. ഏറ്റവും അവസാനത്തെ ഓഫൻസ് നടന്ന കുറ്റകൃത്യം നടന്ന 2022 അതിന് മുമ്പും പീഡനം നടത്തിയിട്ടുണ്ട്. ആ പീഡനം നടത്തിയ കേസ് ആ സംഭവങ്ങളെല്ലാം പ്രതി മൈനറായിരുന്നു. ഇതേ കുട്ടിയെ പീഡിപ്പിച്ചുള്ള അതെല്ലാം മൈനറായിരുന്നപ്പോഴാണെന്ന് തെളിഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഒരു കേസ് സ്പ്ലിറ്റ് ചെയ്ത് നേരെ ജുവനൈൽ കോടതിയിലോട്ടും ഇതേ പ്രതിയുടെ ഒരു കേസ് ജുവനൈൽ കോടതിയിലോട്ടും മാറ്റി. അതോടൊപ്പം തന്നെ ഈ കേസിന്റെ ആദ്യം പ്രതി ജാമ്യത്തിലിറങ്ങിയതിനു ശേഷം ഈ പ്രതി വീണ്ടും ഈ കുട്ടിയെ ചെന്ന് കാണുകയും കുട്ടിയെ ഭീഷണിപ്പെടുത്തി വീണ്ടും കമലേശ്വരത്തുള്ള ഒരു വീട്ടിലോട്ട് കൊണ്ടുപോവുകയും അവിടെ വെച്ച് കുട്ടിയെ ഭീകരമായി ആദ്യം കേസ് കൊടുത്തതിന് കുട്ടിയെ ഭീകരമായിട്ട് മർദ്ദിച്ചതിന്റെ അടിസ്ഥാനത്തിൽ മർദ്ദിക്കുകയും അതോടൊപ്പം പീഡിപ്പിക്കുകയും ചെയ്തു. പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ RS വിജയ് മോഹൻ ഹാജരായി. ഫോർട്ട് CI K രാകേഷാണ് കേസിന്റെ അന്വേഷണം നടത്തിയത്. News 18 തിരുവനന്തപുരം.